പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മലയാളി വുമൻസ് അറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഓൺലൈനായിട്ട് 2 ചെടികൾ വാങ്ങിച്ചു. അപ്പോൾ അവരുടെ ഒരു അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കണ്ടിട്ടാണ് ഞാൻ 2 ചെടി വാങ്ങിച്ചിട്ടുള്ളത്. ഒന്ന് ബിഗോണിയും പിന്നെ ഒന്ന് പീസ്ലിലിയുമാണ്. ഞാൻ ഇതുവരെയായിട്ടും ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ വീഡിയോയിലൂടെ തന്നെ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഓൺലൈനായിട്ടൊരു ചെടി വാങ്ങുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്. ഇനി അത് സക്സസ് ആവണമെങ്കിൽ മാത്രം ഇനിയും കുറച്ചൊന്ന് ഓൺലൈനായിട്ട് ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ എന്റെ കയ്യിലും കുറച്ച് ചെടികളുടെ ചെടികളായിട്ടുണ്ട്. അപ്പൊ അതും എനിക്ക് ഓൺലൈനിൽ കൂടെ സെല് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഒരു സാമ്പിൾ ആയിട്ട് ഒരു ഓൺലൈൻ പർച്ചേസ് നടത്തിയത്. എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ തുടർന്ന് വീഡിയോസ് ഇടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒരു ബോക്സിലാണ് നമ്മുടെ ചെടികളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഏതായാലും ഇത് അൺബോക്സ് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു പാക്കിങ്ങിന് പുറത്തായിട്ട് നമ്മുടെ അഡ്രസ്സ്, പിന്നെ സെല്ലറിന്റെ അഡ്രസ്സ്, ഇത് കോട്ടയത്ത് നിന്നാണ് വന്നിട്ടുള്ളത്. പിന്നെ എന്താണ് ലൈവ് പ്ലാന്റ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്യാം. യൂട്യൂബിൽ ഇപ്പം ഞാൻ വേറെ ആൾക്കാരൊക്കെ ഇതേപോലെ ലൈവ് പ്ലാന്റ്സ് ഒക്കെ അൺബോക്സ് ചെയ്യണത് കണ്ടിട്ടുണ്ട്. അത് പിന്നെ നല്ല ബൾക്ക് ഓർഡേഴ്സ് ആയിരിക്കും. ഇതപ്പോൾ ഞാൻ 2 ചെറിയ ചെടികളാണ്, നമ്മുടെ ബിഗോണിയും പീസ്ലിലിയും ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. എനിക്ക് സത്യത്തിൽ ഇങ്ങനെ ഓൺലൈനായിട്ട് ചെടി വാങ്ങാൻ ഒരു പേടിയുണ്ട്. കാരണം എങ്ങനെ ചീഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പൈസയും പോകും, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ട് എന്നാലും എനിക്ക് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കണം എന്നുണ്ട്. പിന്നെ ഈ പീസ്ലിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് എൻ്റെ വീട്ടിൽ പീസ്ലിലി ഇഷ്ടം പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നതാണ്. അത് നമ്മൾ ജസ്റ്റ് ഒരു തൈ നട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ ചെനപ്പ് കൂട്ടി കുറേ വരുന്നൊരു ചെടിയാണ് ഈ പീസ്ലിലി. പക്ഷെ ഇപ്പോൾ പീസ്ലിലിക്ക് നല്ലൊരു ഡിമാൻഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഗാർഡനിലൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ ഇതിലും നല്ല അത്യാവശ്യം വലിയൊരു ചെടിയാണ്. പക്ഷെ ഉള്ളതിന് 250 രൂപയ്ക്കാണ് റേറ്റ് വരുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ കണ്ടപ്പോൾ ചെറിയ തൈ ആണെങ്കിലും വാങ്ങിച്ചു എന്നുള്ളൂ. പിന്നെ അതിനൊപ്പം തന്നെ ഒരു ബിഗോണിയയുടെ തൈ ഉണ്ടായിരുന്നു. അതും എൻ്റെ കയ്യിലില്ലാത്തൊരു പ്ലാന്റ് ആണ്, അതുകൊണ്ട് വാങ്ങിച്ചു. പിന്നെ ഇവിടെ നഴ്സറിയിലായിട്ടുണ്ടെങ്കിലും ബിഗോണിയൊക്കെ 100 രൂപയുടെ അടുക്ക പിടിച്ചൊക്കെ വിലയുണ്ട് ഈ ചെറിയ തൈക്ക്. അപ്പോൾ ഇത് നമ്മളുടെ ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് ഇപ്പോൾ കിട്ടിയത് ബിഗോണിയ പ്ലാന്റ് ആണ്. ചെറിയ തൈയാണ്, എന്നാലും ലീഫിനൊന്നും വലിയ ഡാമേജ് ഇല്ലാത്ത വിധത്തിൽ കിട്ടി. പിന്നെ നമ്മൾ ആ പാക്ക് ചെയ്ത് വെച്ചതിൻ്റെ ചെറിയൊരു ക്ഷീണം മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ഇതാണ് പീസ്ലില്ലി കുറച്ചും കൂടി ഇച്ചിരിയും കൂടി ഹെൽത്തി ആയിട്ടിരിക്കണ പോലെ തോന്നി. ബിഗോണിയക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പാക്ക് ചെയ്ത് ഒരു 1-2 ദിവസം ആ ഒരു പാക്കറ്റിനുള്ളിൽ ഇരുന്നതിൻ്റെ ഒരു ക്ഷീണം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അപ്പോൾ ഈ 2 ചെടികളാണ് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയത്. അപ്പോൾ ഞാൻ ഏതായാലും എൻ്റെ ഫസ്റ്റ് ഓൺലൈൻ ലൈവ് പ്ലാന്റ് പർച്ചേസിങ്ങിൽ ഹാപ്പിയാണ്. പിന്നെ ബിഗോണിയ ഞാൻ ഷോപ്പിൽ കണ്ടതാണെങ്കിൽ ഒറ്റ ലീഫേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് 100 രൂപ ഉണ്ടായിരുന്നു. ഇതിന് 80 രൂപയാണ്. എന്നാലും ചെറിയ പ്ലാന്റ് ആണെങ്കിലും അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. പീസ്ലിലി ആയാലും ശരി, എന്തായാലും നമുക്ക് വലിയ ലാഭമോ നഷ്ടമോ ഒന്നുമില്ല. നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ 2 ചെടികൾ കിട്ടിയിട്ടുണ്ട് ഏതായാലും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ബിഗോണിയയും പീസ്ലിലിയൊക്കെ പോട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ബിഗോണിയൊക്കെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു 70% മണലെടുത്തിട്ടുണ്ടാവും. പിന്നെ ബാക്കിയൊരു 30% നമ്മുടെ നോർമൽ മണ്ണ്, ഉണക്കച്ചാണകം, ചുവന്ന മണ്ണ്, ചെറിയൊരളവിൽ അത് 3 കൂടി എടുത്തിട്ട് നമ്മുടെ മണലായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നത്. ബിഗോണിയ എന്ന് പറഞ്ഞാൽ നല്ല കെയർ വേണ്ട ഒരു പ്ലാന്റ് ആണ്. അതിൽ വെള്ളം കൂടിയാലും വെള്ളം കുറഞ്ഞാലൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നൊരു ടൈപ്പ് പ്ലാന്റ് ആണ്. പിന്നെ ഈ ബിഗോണിയയുടെയൊക്കെ സ്റ്റെം ആണെങ്കിൽ വാട്ടർ കണ്ടന്റ് നല്ല രീതിയിലുള്ളൊരു സ്റ്റെമ്മാണ്. അപ്പോൾ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകും. എൻ്റെ കയ്യിൽ വേറൊരു ബിഗോണിയ ഉണ്ട്, ഒരു റോസ് കളർ ലീഫുള്ളൊരു ടൈപ്പ് ബിഗോണിയ ഇല്ല, അത് എൻ്റെ കയ്യിലുണ്ട് ഓൾറെഡി. എനിക്ക് സത്യത്തിൽ ബിഗോണിയ വളർത്താനായിട്ട് കുറച്ചൊരു പേടിയുണ്ട്. കാരണം നമ്മൾ ചെറുതായിട്ടൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നൊരു ടൈപ്പ് ചെടിയാണ് നമ്മുടെ ബിഗോണിയ. അപ്പോൾ ഇത് നമ്മുടെ പോട്ടിംഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പോട്ടിലേക്ക് എടുക്കാം. അപ്പോൾ പോട്ടിലോട്ട് ഏതൊരു ചെടി നടുന്നതിന് മുന്നായിട്ട് ആ പോട്ടിൻ്റെ ഡ്രെയിനേജ് ഹോള് ഏതെങ്കിലും ഓടിൻ്റെ കഷ്ണം എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഒലിച്ചിറങ്ങി പോകുള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ ബിഗോണിയ നട്ടു. അപ്പോൾ അവർ ഈ പ്ലാന്റ് അയച്ചു തന്നത് ഒരു ജിഫി ബാഗിൽ കോക്കോപീറ്റ്
ഒക്കെ നിറച്ചിട്ടായിരുന്നു ഇത് അഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു സംഭവം കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ പുതിയ പോട്ടിംഗ് മിക്സിലേക്ക് നട്ടു കൊടുക്കുന്നത്. പിന്നെ പീസ്ലിലിക്ക് അങ്ങനെ മണൽ കൂടുതലുള്ള പോട്ടിംഗ് മിക്സ് വേണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ മണ്ണ്, ഉണക്കച്ചാണകം, പിന്നെ നമ്മുടെ ചുവന്ന മണ്ണ്, പിന്നെ ഒരല്പം മണൽ ഇത്രയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ ബിഗോണിയുടെ പോലെ അധികം മണലൊന്നും ചേർക്കേണ്ട കാര്യമില്ല. പീസ്ലിലി ആയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ജിഫി ബാഗിൽ അല്പം കോക്കോപ്പീറ്റൊക്കെ ചേർന്ന ഒരു പോട്ടിംഗ് മിക്സിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ മീഡിയമൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ പോട്ടിംഗ് മിക്സിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ചെടിക്കും എടുത്തിരിക്കുന്ന പോട്ട് അല്പം എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയൊരു പോട്ടാണ്. എന്നാലും എൻ്റെ കയ്യിൽ ഇപ്പോൾ വേറെ പോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ അങ്ങോട്ട് നട്ട് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ പീസ്ലിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ് ലൈറ്റിൽ ഷെയ്ഡിൽ ഇരുന്നിട്ട് വളരുന്നൊരു ചെടിയാണ്. പിന്നെ അതിൽ നമ്മുടെ ആന്തൂറിയം പൂക്കളുടെ പോലെ വൈറ്റ് കളറിലൊരു ഫ്ലവറും ഉണ്ടാകും. അപ്പോൾ ഞാനിങ്ങനെ ഷെയ്ഡിലിരുന്നിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ്സിനെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പീസ്ലിലി വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ കയറിയത്. അപ്പോൾ ഇപ്പോൾ എനിക്കത് കിട്ടി, ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് ഏതായാലും. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ചെടികളൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വളർച്ചയുടെ അപ്ഡേറ്റ്സ് ഒക്കെ വരും വീഡിയോകളിലൂടെ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മൺഡേ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.